ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ്. നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ഛന്മാരെയും അമ്മമാരെയും എല്ലാം ചേർന്നിട്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ഹൗസ് ബോട്ടിലാണ് ഇന്ന് ഇവരുമായിട്ടുള്ള ആ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഈ അച്ഛനും നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെയുമായിട്ട് യാത്ര പോകുന്നത് ഐപ്പള്ളിക്കാടിന്റെ ആ ഒരു സ്പോൺസർഷിപ്പിലാണ്. ഐപ്പാണ് ഇവരെയായിട്ട് ഇങ്ങനെ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ ഇനി ഞങ്ങളുടെ വണ്ടിയിലും അവിടെ എത്തിയ ശേഷവുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് നിങ്ങളുമായിട്ട്. സഹൃദരായിട്ടുള്ള ആൾക്കാർക്കൊപ്പം ഒരു യാത്ര തിരിക്കുകയാണ്. ആലപ്പുഴ പുന്നമടക്കായലിലൂടെ ഞങ്ങൾ റാണി ചിത്രയൊക്കെ കറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. അപ്പൊ ആദ്യമായിട്ട് ബോട്ടേക്ക് ഇറങ്ങുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തില്? എല്ലാവരും തന്നെ ആദ്യമായിട്ട്. അപ്പൊ അതൊരു സന്തോഷം ആയിക്കോട്ടെ, ഒരു സന്തോഷ യാത്ര ആയിക്കോട്ടെ. അപ്പം ഈ കേക്ക് എല്ലാരും കൂടെ മുറിക്കുക. അപ്പൊ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമാണ് അത് കേട്ടോ. അപ്പൊ ഇത് സ്നേഹക്കൂട്ടിലെ അമ്മമാരാണ്. അപ്പോ അവർക്ക് നല്ലൊരു വാസസ്ഥലം ഒരുക്കാൻ കൂടിയാണ് ഈ യാത്ര. ആ യാത്രയുടെ കാര്യങ്ങളും ആ വാസസ്ഥലത്തെ പറ്റിയൊക്കെ ഞാൻ തുടർന്ന് അങ്ങോട്ട് പറയാം. അപ്പൊ സ്നേഹക്കൂട്ടിലെ നിഷയും ടീമും എല്ലാം ഉണ്ട്. 6 വോളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് സുനിച്ചാനുണ്ട്, ഞങ്ങളുടെ റോച്ചമ്മയുണ്ട്, പൊന്നുണ്ട്, എന്റെ അമ്മയും അച്ഛനുണ്ട്, മിഥുന്റെ അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. റോച്ചമ്മ കേക്ക് മുറിച്ചേക്കാം. അപ്പൊ റോച്ചമ്മേന്റെയും അമ്മൂമ്മമാരും കൂടെ മുറിക്കുക കേട്ടോ. മൈക്കിങ് ആണേക്കാം. മഞ്ഞപ്പൂക്കൾ സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഹാപ്പിനെസിന്റെ കളറാണ് മഞ്ഞ എന്ന് പറയുന്നത്. അപ്പൊ മഞ്ഞപ്പൂക്കൾ നൽകി നമ്മൾ ഇവരെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ആലപ്പുഴയിലേക്ക്.
സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. ശരിക്കും പറഞ്ഞാൽ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഈ കോവിഡിന് മുമ്പ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ടൂറുകൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ അത് അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള ആരാധനാലയങ്ങളിലാണ് ശരിക്കും ഇവരെയായിട്ട് നമ്മൾ കൂടുതലും പോയിട്ടുള്ളത്. ഏകദേശം 2.5-3 വർഷങ്ങളായെന്ന് തോന്നുന്നല്ലേ. 3 വർഷങ്ങളായി ഞങ്ങൾ ഒന്ന് പുറം ലോകം കണ്ടിട്ട്. കാരണം ഇവരെയായിട്ടൊന്ന് പുറത്തിറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഐപ്പള്ളിക്കാരനാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട് റോസ്, അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, പിന്നെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട് അല്ലേ, കുട്ടികളുണ്ട്. ഇവരെല്ലാം ഫാമിലി ആയിട്ട്, അവരുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാവരുടെ ആയിട്ട് ഞങ്ങളിപ്പം ഇതിൻ്റെ ഹൗസ് ബോട്ടിലാണ്. ഇത് ആലപ്പുഴ പുന്നമട കായലിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്നത് നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരാണ്. പകുതി പേരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കിടക്കുന്ന ആളുകളെ ഒന്നും കൊണ്ടുവരാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷെ ബാക്കിയുള്ള നടക്കാൻ പറ്റുന്ന, കുറച്ചെങ്കിലും നടക്കാൻ പറ്റുന്ന അച്ഛനമ്മമാരെല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹൗസ് ബോട്ട് എന്താണെന്ന് അറിയാൻ പറ്റാതെ, അല്ലെ ഹൗസ് ബോട്ടിലൊന്ന് കയറാൻ സാധിക്കാതെ ഈ ലോകം വിട്ടുപോകേണ്ട ആളുകളാണ് ഈ കൂടെ ഇവരിയ്ക്കുന്നത് കൂടുതൽ ആളുകളും. അപ്പം ശരിക്കും ഐപ്പ് നമ്മുടെ സ്നേഹക്കൂട്ടിലെത്തി നമ്മളെ വീഡിയോ ഒക്കെ എടുത്തി ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഒരു ദിവസം ഇവരെ ആയിട്ട് നമുക്കൊരു ടൂറ് പോകാമെന്ന് നമ്മുടെ അമ്മമാർക്ക് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. 1 മാസത്തിനുള്ളിൽ തന്നെ അല്ലേ, ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ ആ വാക്ക് പാലിച്ചു. ഞങ്ങളെല്ലാവരെയും കൂടി ഈ ഒരു ഹൗസ് ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു യാത്രയ്ക്കായിട്ട്, ഒരു ദിവസത്തേക്ക് ഒരു യാത്രയ്ക്കായിട്ട് ക്ഷണിച്ചു. ഞങ്ങളിവിടെ എത്തി. എല്ലാവരും ഹാപ്പി അല്ലേ? ഹൗസ് ബോട്ട് എന്താണെന്ന് അറിയാമായിരുന്നോ? കേറിയിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ശരിക്കും ഹൗസ് ബോട്ട് എന്താണെന്ന് ഒരിക്കൽ പോലും ചിലപ്പം അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവരൊക്കെ. കാരണം ഓരോരോ പ്രശ്നങ്ങളിലും മക്കളെ വളർത്താനും കുടുംബം നോക്കാനും ഒക്കെ കഷ്ടപ്പെടുന്നതിനിടയ്ക്ക് ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുക എന്നുള്ളതൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്തവർക്കായിട്ട് ഇത്രയും മനോഹരമായ ഒരു യാത്ര ഒരുക്കിയ ഐപ്പിനോട് ഞങ്ങളുടെ സ്നേഹക്കൂട ഫാമിലിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തോടൊപ്പമാണ്. അതെ, തീർച്ചയായിട്ടും നന്ദി പറഞ്ഞാൽ അത് നന്ദികേടാകും. അതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനും ഇതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സന്തോഷ നിമിഷങ്ങൾ ഒരുക്കാനും ഒക്കെ ഇനിയും ഐപ്പിന് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ശരിക്കും ഒരുപക്ഷെ ഇവരുടെ ജീവിതത്തിൽ യാത്രകളെ പറ്റി ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള യാത്രയായിരിക്കും ഇത്. അപ്പൊ ശരിക്കും എൻജോയ് ചെയ്യാ. നമുക്ക് നല്ല കരിമീൻ കൂട്ടിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കണം ഉച്ചയ്ക്ക്. അപ്പൊ ക്ഷീണിക്കണം, ഭക്ഷണം കഴിക്കണേ ക്ഷീണിക്കണം. അതിനുവേണ്ടി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം. ഈ കാഴ്ചയെ കാണാൻ ഇതിനകത്ത് മുറികളുണ്ട്, 5 മുറികളുണ്ട്. അതിനില്ല, പക്ഷേ കരിമീൻ ഞാൻ തരും. കരിമീൻ ഞങ്ങളിവിടെ ഹൗസ് ബോട്ടിൽ വറുത്തോണ്ടിരിക്കുക. അടുക്കളയുണ്ട് ഇവിടെ, ഇത് അടിയിൽ അടുക്കളയുണ്ട്. 2 കൃഷിക്കാർ പണിയെടുക്കുന്നുണ്ട്.
ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദേവേദോ ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ ദഗദേവേദോ. ആനായാൽ തറ വേണം, ആനായാൽ തറ വേണം, മടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആനായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്നാമര വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തോരം ബലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. മെസ്സിയെ നോക്കൂ, അവൾക്കിപ്പോൾ 2 പിള്ളാരാ. എന്നെ ഇപ്പോ കെട്ടിച്ചില്ലെങ്കിൽ ഒളിച്ചോടും ഞാനൊരുത്തനുമായില്ലല്ലോ കാലം പോകായുഗത്തിൽ, അറിയില്ലല്ലോ അന്നമില്ലല്ലോ കാലം പോകായുഗത്തിൽ. തന്താനേ താനേ തന തന്താനേ താനേ തന്താനേ താനേ തന തന്താനേ. ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയിലാണ്, ഒരു അണുകുടുംബത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ബന്ധുക്കളുടെ ബലം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ സ്നേഹമൊക്കെ അനുഭവിക്കുന്ന പുതുതലമുറ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇവരൊന്നും അങ്ങനെയുള്ള ആളുകളെന്ന് പറയാൻ പോലും നമുക്ക് ഇഷ്ടമല്ല. കാരണം അവർക്കിപ്പോൾ ആളും ആരവും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ കിട്ടാത്തതിനേക്കാളും കൂടുതൽ സ്നേഹം, ഒരു ചെറിയ കുടുംബത്തിൽ കിട്ടാത്തതിനേക്കാളും കൂടുതൽ പരിഗണന, നല്ല ഭക്ഷണം, നല്ല മരുന്ന്, നല്ല ഉറക്കം, അതിനാണ് ഏറ്റവും മനുഷ്യന് ആവശ്യം, നല്ല ഉറക്കം. അത് ഈ അമ്മമാർക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ ഉറച്ചായിട്ട് വിശ്വസിക്കുകയാണ്. ഞാൻ പോയി കണ്ട ഒരു സ്ഥാപനമാണ് സ്നേഹക്കൂട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ യാത്രയ്ക്ക്, എൻ്റെ സന്തോഷ യാത്രയ്ക്ക് അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹക്കൂട് ഒരു വലിയ കൂടാക്കും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞാനും പങ്കാളിയാണ്. അപ്പം നിങ്ങളും പങ്കുചേരുക. ഈ നമുക്കിടയിൽ ചില ആളുകൾ ഇങ്ങനെയൊക്കെ വേണം. കുറെ കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവും, കുറെ നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും. അവരെല്ലാം സവിനയം സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിനിടയിൽ ചില ആളുകൾ വേണം. അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തെരുവുകളിൽ അനാഥ ശവങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉദ്യമമാണ് സ്നേഹക്കൂട്, നിശ്ചയം കൂട്ടിലൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു കുടുംബം എന്ന നിലയിൽ തന്നെയാണ് ഞാനുമുള്ളത്.